500 രൂപ കിട്ടോ വേണായിട്ടോ എന്തെല്ലാം ദമ്മതൊക്കെ ഇട്ട. ഇപ്പൊ തണ്ട ഇന്ന് അസർക്ക് ക്ലിയർ ഗൂഗിൾ പേ നെറ്റ്വർക്ക് സ്ലോ ഉണ്ട് ഇതിലുണ്ട സെൻഡ് ആവില്ല നെറ്റ്വർക്ക് സെർവർ ബിസി ഇപ്പൊ നീ ഇപ്പൊ അങ്ങനെ ആക്കിട്ട് പോയ മനുഷ്യ ഓന്റെ നെറ്റേ ഇല്ല ഈ ഭാഗത്തേ ഇല്ല. എത്ര സല്ലാൻ, എത്ര അള്ളാണോ, എത്ര വല്ലായി, എത്ര മക്കത്തപ്പെട്ടു ആയി അങ്ങനെ മേങ്ങിട്ട് പോയാ ടൈം കഴിഞ്ഞ് അപ്പുറം പോയി അപ്പുറം ഞങ്ങൾ മെസ്സേജ് എടുത്ത് തുടങ്ങിയ ഫസ്റ്റ് ഇൻഷാല്ല തണ്ടൻ ചൊന്നോണ്ടിന്ന നോക്കിണ്ടെന്ന തണ്ടൻ. പിന്നെ നീ എന്താ ഇത്ര അമ്പരപ്പെന്ത ഭാവ 5000 മേങ്ങിട്ടല്ലേ 500 അല്ലേ? ഇപ്പുറ വയലും ഉണ്ടോ, ഇങ്ങോട്ട് വയലും ഉണ്ടോ? നീ എന്താ 50,000 മേങ്ങ പോലെ ആക്കൂടോ? 500 രൂപ തറത്തിൽ സബറോട് നാണത്തെ കടലൊക്കെ പോണ്ടേ വാ. ആയി നീ കടലിക്കൊന്ന് പോകണില്ല. ഇൻഷാല്ല ಬೇಗ ತರ್ಮ ನಕ್ಕೆ ನರ್ಕರ ಪೈಸೆಲ್ಲ ಕೊಡ್ಕೊಂಡಪ್ಪ കിടാവൃതും അങ്ങനെ സ്കൂളിന്റെ ഫീസ് എല്ലാത്തിലും ബാക്കിയുണ്ട്. നീ ആയത്ര ಬೇಗ ಹಾಕಿ നോക്ക്. ഇൻഷാല്ല നോക്കാം. നാണ് കടലിക്കൊന്ന് ഉടമേ ഉള്ള കടമേങ്ങി ഒരുത്തന്റെ അവസ്ഥ ആയി. അവസാനം എന്തായി? ഉടമേ ഉള്ള അവസാനം ഈ ചങ്ങായി അവൻ്റെ ഒട്ട ദമ്മതാക്കി ഇട്ടിട്ട് കാള് കൈ പിടിക്കേണ്ട അവസ്ഥ, കൊടുത്ത മനുഷ്യന് യാചകനായി മാറേണ്ട ഒരവസ്ഥ. ഇത് നിനക്ക് ശാപമാണ്. നിന്നെ കബറിൽ ഉറങ്ങാൻ വിടല, നിന്റെ ആഖിറം സലാമത്താവല. ആരാന്റെ ഒരു ഈർക്കല് കഷ്ടം നിന്റെ പള്ളിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ 10 മടങ്ങ് ഈ ഭൂമിയിൽ വെച്ചിട്ട് അല്ലാഹു നിന്നെ കൊണ്ട് കാറിക്കാതെ, നിന്നെ കൊണ്ട് ഛർദിപ്പിക്കാതെ അല്ലാഹു നിന്നെ വിടല. മാനബത മിൻ ഹറാമിൻ ഫന്നാറു ഔലാ ബിഹി. ഏതു പാട്ട്? കട ഭയങ്കര ജാഗ്രത ആക്കണ വിഷയ. കടം നിങ്ങെന്ത് പറഞ്ഞ കടത്തിന് കട കൊടുക്കുന്ന വിഷയം ഉണ്ടല്ലേ? സാള ആർക്ക് സാല ഇന്നത്തെ കാലത്ത് കൊടുത്തിട്ടുണ്ടാ? തെല്ല് ജാഗ്രത ആക്കണോ? അവന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം നോക്കണോ? അവൻ 1000 വട്ട അള്ളാണ് നേരം മക്കത്തെ പള്ളിയാണോ മദീനത്തെ പള്ളിയാണോ ഉമ്മാന്റെ കൗത്താണോ ನಾನು ಇಪ್ಪ ಬರೋ ನಲ್ಲಿ ಶೊತ್ತು ಹೆಂಗುವ ಎಲ್ಲ ಜಾಗ್ರತ ಹಾಕೋಣೋ. ನಿಂಗೊരു ವಿಷಯ ಹಾಕೋರು ನಾನು ರೈಡಿ ಚಂದ ಉಂಟೆ ಎಂದ್ರ ಗೊಂತುಂಡ 5000 ಕಡೆಗೆಟ್ಟು ಬಂದೋಂಡು ಮುಟ್ಟ ನೀಂಗ್ ಎಂದಾಕೋಣ ಗೊಂತುಂಡ ಆಟಬ್ಬ ನನ್ನೊಟ್ಟೆ ಇಲ್ಲ ಉಂಡು ಆಯಂಗ ನಕ್ಕತ್ತೆಲ್ಲ ಅರ್ಜೆಂಟ್ ಉಂಡು ನೀ ഒരു ವಿಷಯ അപ്പം ചൊല്ലു ഉമ്മ ആസ്പത്രിയിലുണ്ട് കിഡ്നി ഭർത്തായിരു പെഞ്ഞ ആസ്പത്രിയിലുണ്ട് ഗർഭപത്ര ബിസ്കിരു അള്ളാണ് നേരം നാളെ തരുവാൻ മക്കത്തെ പള്ളിയാണ് മറ്റെന്തരോ ചൊല്ലുക എന്ത് ചൊന്നെങ്കിലും സമാൻ ബദൽകയ. തെല്ല് ജാഗ്രത ആക്കണോ? കൊടുക്കണ്ടെന്നല്ല മാത്രമേ ഇപ്പൊ മനുഷ്യന്മാരെല്ലാം അമാനത്തില്ല. ഞങ്ങളാ കള്ള ജാമകള്ള 50,000 മേങ്ങിട്ട് പോയിറ, ഉമ്മന്റെ കൗത്തും അപ്പന്റെ കൗത്ത് പിടിച്ചിട്ട് പോയിറ. ഈ ഭാഗത്തേക്കില്ല 3 വർഷമായി. കഴിഞ്ഞ വർഷ ബദ്രീങ്ങള 2 ജാവ് ബന്നറ ആ മൂലല സീർന്ന് മേങ്ങിട്ട് പോയിറ. ഹക്ക ഇടപാടിന്റെ ബോധമുണ്ട് നമുക്ക്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു ഷഹീദിന് പോലും അല്ല പൊറുക്കില്ല കടം. സാളബാധ്യത കടം വെച്ചിട്ട് മരണപ്പെട്ടവന് അവൻ അല്ലാഹു തആല ഷഹീദാണെങ്കിൽ പോലും ഹംസത്തുൽ കറാറിനെ പോലെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി വെട്ടേറ്റ് കൊല ചെയ്യപ്പെട്ട മനുഷ്യനാണെങ്കിൽ പോലും അയാൾക്ക് കടമുണ്ടെങ്കിൽ അല്ലാഹു അയാൾക്ക് പൊറുക്കില്ല. ഹബീബായ റസൂലുള്ളാഹിന്റെ അടുക്കൽ ഒരു സഹാബിയുടെ മയ്യത്ത് കൊണ്ടുവന്നു. മയ്യത്ത് മുമ്പിൽ വെച്ചു. ഒരുപാട് നൂറുകണക്കിന് സഹാബികളുണ്ട്. എല്ലാ സഹാബികളും ആഗ്രഹിക്കുന്നത്, ആ മയ്യത്തും ആഗ്രഹിക്കുന്നത്, എല്ലാവരും ആഗ്രഹിക്കുന്നത് മുസ്തഫായ നബി തങ്ങളുടെ ദുആയാൻ, പൊന്നാര നബിന്റെ നിസ്കാരമാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിസ്കരിച്ചോളൂ, ഞാനില്ല. കാരണം മിന്നലഹൂദീൻ, അയാൾക്ക് കടമുണ്ട്, അയാൾക്ക് സാളബാധ്യതയുണ്ട്, അയാളെ കടം വീടിയിട്ടില്ല, വീടാനുള്ള വക അയാൾ കണ്ടെത്തിയിട്ടില്ല. അത് എനിക്ക് വീട്ടാമായിരുന്നു, പക്ഷെ എന്റെ കയ്യിൽ കാശില്ല, അതുകൊണ്ട് ഞാൻ അയാൾക്ക് നിസ്കരിക്കുന്നില്ല. നിങ്ങൾ നിസ്കരിച്ചിട്ട് കടമ വീട്ടിക്കോളൂ എന്ന് പറഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മറ്റു പലരും മുസ്തഫായ നബി തങ്ങളെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, അയാളെ കടം ഞങ്ങൾ വീട്ടിക്കോള നബിയേ,
ഞാൻ ഏറ്റെടുത്തു നബിയെ. അയാളെ കടസാളത്തേക്ക് നാണ് ജാമ്യ, ഞാനത് ക്ലിയർ ആക്കാൻ നബിയെ. നിങ്ങൾ നിസ്കരിക്കണോ നബിയെ? കാരണം ഞങ്ങളെപ്പോലത്തെ ലക്ഷക്കണക്കിന് ആൾമാർ നിസ്കരിച്ചെങ്കിലും നിങ്ങളെ നിസ്കാരത്തിന്റെ അരലൈനുക പോലും അത് വരല. ഇല്ല നബിയെ, ഇന്ന സ്വലാത്തക സകനുൽ ലഹും, നിങ്ങളെ നിസ്കാരമാണ് റാഹത്ത്, അത് കിട്ടുവേണായിട്ട് അങ്ങ് കാത്തോണ്ടുള്ളൂ. നിസ്കരിക്കണോ നബിയെ? ഞങ്ങളെ കട ഞങ്ങൾ ഏറ്റെടുത്തു നബിയെ എന്ന് പറഞ്ഞപ്പോഴാണ് നബി തങ്ങ് നിസ്കരിച്ചോ. നമ്മൾ ഇന്നത്തെ അവസ്ഥ എന്ത്? മഹാന്മാർ പോലും 5 ഉറുപ്പിക കടായന്റെ പേരില് മഹാനായ CH ഉസ്താദ് മരിക്കുന്നതിന്റെ തലേ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ കടബാധ്യത തീർത്ത് വീട്ടിലേക്ക് വന്നു. 80 വയസ്സിലേറെ ജീവിച്ചോ മഹാനായ ശൈഖുനാ വലിയുള്ളാഹി ആനക്കര കോയക്കുട്ടി ഉസ്താദ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാനരായ പ്രസിഡന്റ്. 80 വർഷത്തിലേറെ ജീവിച്ചിട്ട് 50 പൈസ പോലും ആ മനുഷ്യൻ ജീവിതത്തിൽ ഒരാളിന് കടമെങ്ങിയിട്ടില്ല. ഞങ്ങൾ കൂടെ 45 58 ലക്ഷം കടമെങ്ങിട്ടായിരുന്നു. അള്ളാഹു കാക്കട്ടെ. ഉദാഹരണം ചൊന്നോ? ഇല്ല, കടയിൽ അല്ല കാക്കട്ടെ. ഉദാഹരണം ചൊന്നോ? എന്തേ? കടത്തിന്റെ ഗൗരവം ഞങ്ങൾക്ക് അറിയാലേ. അതിന് വലിയൊരു തലച്ചൂടൊന്നും ആക്കിയിട്ടില്ല. ഉണ്ടെന്ന് കൊടുക്ക, അല്ലെങ്കിൽ പോട്ടയില്ല, വേണ്ടാക്കറ നോക്കാമോ അല്ലേ? കട മേങ്ങിയുമ്പോ അവസാനം യാചിക്കേണ്ട ഗതികേട് കട കൊടുത്ത ആള്. സത്യസന്ധതയില്ല, ഇല്ല, അള്ളാന്റെ പേടിയില്ല, ഹക്കടപാടിനെ പറ്റി ബോധമില്ല. നിങ്ങൾക്കറിയോ മഹാനരായ ശൈഖുനാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മഹിതമായ ഇലാഹി പ്രസ്ഥാനത്തിന്റെ മഹാനരായ നേതാവായിരുന്ന ശൈഖുനാ CH ഇദ്രീസ് മുസ്ലിയാർ വലിയ മഹാനാണ്, വലിയ പണ്ഡിതനാണ്, ശംസുൽ ഉലമ തങ്ങളുടെ ശിഷ്യനാണ്, സമസ്തയുടെ വലിയ നേതാവാണ്. ഞങ്ങളെ മദ്രസക്കൊക്കെ നാടായ നാടുകളിലെല്ലാം കുന്നും മലകളും താണ്ടിയിട്ട് വലിയ വലിയ ഗ്രാമങ്ങളിൽ പോയിട്ട് മദ്രസകൾ ഉണ്ടാക്കിയിട്ട് കുട്ടികളെ പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടന്ന മനുഷ്യനാണ് ശൈഖുനാ CH ഇദ്രീസ് മുസ്ലിയാർ. സുബ്ഹാനല്ലാഹ്. മരിക്കുന്നതിന്റെ തലേ രാത്രി, മരിക്കുന്നതിന്റെ മുന്നൊളിജാവോ എന്തായിക്കൊണ്ടുണ്ടാ ആ മഹാനർ തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. മഹാനായ ശൈഖുനാ CH ഉസ്താദ് മരിക്കുന്നതിന്റെ ഒരു നാക്ക് മുന്നൊളിജാവോ അങ്ങതാ തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, തന്റെ പുരയിൽ നിന്ന് ഇറങ്ങുന്നു. എന്നിട്ട് എവിടെയോ പോയി ഒരാളെ കണ്ടോ. അയാള് കണ്ടപാട് ശൈഖുനാ CH ഉസ്താദിനെ കണ്ടപാട് തന്റെ വീട്ടിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. CH ഉസ്താദിനെ കണ്ടു, കൈമുത്തുന്നു, ചുംബിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഉസ്താദേ നിങ്ങ എന്ത് കൂടെ വന്നോ? നാനപ്പറ പറളാന്ത. ഇത്ര വലിയ ആള് നിങ്ങ അള്ളാന്റെ വലിയാണോ മഹാൻ? ദുആക്ക് ഇജാബത്തുള്ള മഹാനാണ് ആ മഹാൻ. CH ഇദ്രീസ് മുസ്ലിയാർ ചെറിയ ആളല്ല. അയാള് നല്ലോണം അറിയുന്ന ഈ പരക്കാറ എന്ത് ചൊന്നുണ്ടാ നിങ്ങ എന്ത് കൂടെ വന്നോ? നിങ്ങ ഒരു പളക്ക ചെന്നെങ്കിൽ ആരട്ടെങ്ങും പിന്നെ ചൊല്ലിയിട്ട് കടത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു കോളാക്കിയെങ്കിൽ, ഒരു മിസ് കോൾ അടിച്ചിനെങ്കിൽ ഞാനപ്പറ ബർലായിന നിങ്ങ എന്തൊക്കെ വന്നോ? ആ സമയത്ത് മഹാനായ CH ഇദ്രീസ് മുസ്ലിയാർ പറഞ്ഞെന്തറിയാ? ഞാൻ പറഞ്ഞ വിഷയമേ നിങ്ങൾ പറഞ്ഞതല്ല, ഇതാ പിടിച്ചോ, ഇതാ പിടിച്ചോ. തന്റെ ആ കോട്ട് കമ്മീസിൽ നിന്ന് ഷർട്ടിൽ നിന്ന് കീശയ്ക്ക് കൈയിട്ടിട്ട് എടുത്തിട്ട് ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പൊരുത്തപ്പെടണം, കുറച്ച് ലേറ്റായി പോയി, മാപ്പാക്കണം. എന്തറിഞ്ഞ സംഗതി? കടം മേങ്ങിയ 5 ഉറുപ്പിക. കടം മേങ്ങിയ 5000 അല്ല, 5 ഉറുപ്പിക. മരിക്കുന്നതിന്റെ തലേജാവൂ അത് കൊടുക്ക വേണായിട്ട് സക്കറാത്തിന്റെ സമയത്ത് പോലും മഹാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി കട കൊടുക്കുന്ന സംഗതി ഉണ്ടല്ലേ, ഒരാൾ കേട്ടെങ്കിൽ അത് സുന്നത്ത്, അത് സുന്നത്ത്. ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാലും കൊടുക്കാണ്ടിരിക്കാം. പക്ഷെ കട മേങ്ങോട് റിട്ടേൺ തരണത് ഇത് ഫർള് അല്ലേ?
ഫർള് എന്നാ കേട്ടോ, ആ ഫർളായ കാര്യത്തിനേക്കാൾ ഏറെ കൂലിയുണ്ട് ഒരാൾക്ക് നീ 2 വട്ടം കടം കൊടുത്താൽ. ആ കടം കൊടുത്ത സുന്നത്തിന്, കടം കൊടുക്കുക എന്നത് സുന്നത്തായ അമലാണ്. ഒരാൾക്ക് നീ 2 വട്ടം കടം കൊടുത്താൽ അതിന് ഫർളിന്റെ കൂലിയുണ്ട്. അതായത് റിട്ടേൺ തരണതായ ഫർളല്ലേ, അയാളെ പോലത്തെ ആ കൂലി കൊടുത്ത് നിൽക്കുണ്ടോന്ന്. സുന്നത്തിന് ഫർളിന്റെ കൂലി. പിന്നൊരു സുന്നത്തിന് ഫർളിന്റെ കൂലി ഉണ്ട്. ഏത് ഒന്നുണ്ടാ? അസ്സലാമു അലൈക്കും എന്ന സലാമിന. അസ്സലാമു അലൈക്കും എന്ന് പറയണായത് സുന്നത്ത് അല്ലേ? സുന്നത്ത് ഇഷ്ടമുണ്ടെങ്കിൽ ചൊല്ലാലും ചെല്ലാണ്ടിക്ക സുന്നത്ത് ആയെങ്കിൽ നീ ചൊന്നങ്ങ് മടക്കൽ ഫർള് എങ്കിൽ ആ ഫർളിനേക്കാളേറെ കൂലി നീ ചൊന്നതായ സുന്നത്തുക, നീ അങ്ങോട്ട് ചൊല്ലിയ സുന്നത്തുക. ഫർളിനെക്കാട്ടേറെ കൂലിയുണ്ട്. ചെറിയ സുന്നത്തല്ലാതെ അത് ചെറിയ വിഷയമല്ല. അതുകൊണ്ട് നിങ്ങൾ നല്ലോണം സലാം വർദ്ധിപ്പിക്കണോ.